അസ്സലാമു വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള മോമിനീങ്ങളെ, നമ്മളിൽ ഏറെ പേരും സ്വന്തമായ ഒരു വീടുണ്ടായിരുന്നെങ്കിലെന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഉണ്ടാവില്ല അല്ലേ? വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്ന ഒരു അമലിനെക്കുറിച്ചാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് ഒരു വീട് അള്ളാഹു നമുക്ക് തരുവാനുള്ള ഒരു മാർഗമാണ്. നമ്മളുടെ വീട് ചിലപ്പം വർഷങ്ങളായിട്ട് പണി തീരാതെ കിടക്കുന്നതായിരിക്കും. ചിലപ്പം സ്ഥലം ഉണ്ടായിരിക്കും, വീട് പണിയാനുള്ള നമ്മൾ ചിലർ ലോൺ എടുത്ത് വെക്കും, ചിലരുടെ കയ്യിൽ പൈസ ഉണ്ടാവും. പക്ഷേ എന്നാലും അത് ഉണ്ടാക്കുവാനുള്ള ഇല്ലെങ്കിൽ അത് പണി ആരംഭിക്കാനുള്ള തടസ്സങ്ങളുണ്ടാകുക, ഇല്ലെങ്കിൽ ചിലത് പണി പൂർത്തീകരിക്കൽ എത്ര വർഷങ്ങളായി ഈ വീടിൻ്റെ പണിയൊന്ന് പൂർത്തീകരിച്ചാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ് ചിലരുണ്ടാവും. അവർ ചിലപ്പോൾ വാടകയ്ക്കൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അപ്പം നമ്മൾക്ക് നമ്മുടെ സ്വപ്നങ്ങൾക്കനുസരിച്ച് അള്ളാഹു നമുക്കൊരു വീട് നൽകുവാൻ നമ്മൾ ഈ ഒരു അമലിനെ ചെയ്ത് നോക്കിയാൽ അള്ളാഹു നമുക്കതിനുള്ള മാർഗം നമ്മളിൽ എത്തിച്ചു തരും. അതേപോലെ അത് പണി പൂർത്തീകരിക്കാനുള്ള നിയമത്ത് നമ്മളിൽ എത്തിച്ചു തരും. ആ നിയമത്ത് നമ്മളെ കയ്യിൽ വരുവാൻ തടസ്സമാണെങ്കിൽ ആ തടസ്സങ്ങളെ മാറ്റി അള്ളാഹു നമുക്ക് പൂർത്തീകരിച്ചു തരും ഇൻഷാ അല്ലാ. നമ്മൾ ഓതേണ്ടത് പരിശുദ്ധ ഖുർആനിലെ ഈ ഒരു സൂറത്തിനെ മഗ്‌രിബ് നിസ്കാരത്തിനും ഇശാ നിസ്കാരത്തിൻ്റെയും ഇടയിലായി 40 പ്രാവശ്യം ഓതുക. എന്നിട്ട് അള്ളാഹുവിനോട് ആത്മാർത്ഥമായി വീടെന്ന സ്വപ്നത്തിന് വേണ്ടി ദുആ ചെയ്യുക. ഇൻഷാ അല്ലാ പെട്ടെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്കത് സാധിച്ചു തരും. അതേപോലെ തന്നെ നമ്മൾ എന്ത് ഹാജത്താണോ ഈ വീട് പണി തുടങ്ങുവാൻ നമുക്ക് എന്തെല്ലാം തടസ്സങ്ങളാണോ, അത് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് കിട്ടേണ്ട പൈസയാണെങ്കിലും ആ ആൾക്ക് അള്ളാഹു നീ മനസ്സ് കൊടുത്ത്, നല്ലൊരു മനസ്സ് കൊടുത്ത് ആ ആൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ആ കാശ് നമ്മുടെ കയ്യിലോട്ട് എത്തിച്ചു തരണമെന്നോ നമ്മൾ ദുആ ചെയ്യുക. അപ്പം കൂടാതെ അസ്മാഉൽ ഹുസ്നയിലെ അള്ളാഹുവിൻ്റെ പ്രധാനപ്പെട്ട നാമമായ യാ ജാമിയു യാ അല്ലാ എന്ന നാമം സുബഹി നിസ്കാരത്തിന് ശേഷം 1000 തവണ ചൊല്ലുക. ജാമിയു എന്നാൽ ഒരുമിച്ച് കൂട്ടുന്നവൻ എന്നാണ് അർത്ഥം. വീടിന് വേണ്ട പൈസയും മറ്റെല്ലാം ഒരുമിച്ച് കൂട്ടി പെട്ടെന്ന് തന്നെ പണി പൂർത്തിയാക്കി തരും ഇൻഷാ അല്ലാ. അതുപോലെ തന്നെ സുബഹിക്ക് ശേഷം യാ ഫത്താഹു യാ അല്ലാ എന്ന് 313 പ്രാവശ്യം ചൊല്ലുക. ശേഷം അള്ളാഹുവിനോട് നമ്മുടെ ആവശ്യം പറഞ്ഞ് ദുആ ചെയ്യാം. ഇനി വീട് പണി തുടങ്ങി അത് പൂർത്തിയാക്കാൻ കഴിയാത്തവർ ആണെങ്കിൽ 40 യാസീൻ നിയത്താക്കി ഓതുക. 40 യാസീൻ ഒരേ ഇരിപ്പിലിരുന്ന് ഓതേണ്ടില്ല. ഒന്നിൽ നമ്മൾ ആ വീട് വെക്കുന്ന സ്ഥലത്ത് വെച്ച് അല്ലെങ്കിൽ പണി നടന്നുകൊണ്ടിരിക്കുന്ന വീട്ടിൽ വെച്ച് ഈ 40 യാസീൻ പൂർത്തീകരിച്ചാൽ മതി ഇൻഷാ അല്ലാ. അത് ഓതി തീരുന്നതിന് ശേഷം നമ്മുടെ വീട് പണി ബാക്കിയുള്ളതെല്ലാം പൂർത്തീകരിക്കുന്നതായിരിക്കും ഇൻഷാ അല്ലാ. ഈ ഒരു അമലുകൾ ചെയ്താൽ നമ്മൾ ആരുടെ മുമ്പിലും താഴാതെ എല്ലാവരെയും പോലെ അന്തസ്സോടെയും അഭിമാനത്തോടെയും നമുക്ക് ജീവിക്കാൻ സാധിക്കും. നമുക്കെല്ലാവർക്കും വീടെന്ന സ്വപ്നം അള്ളാഹു നിറവേറ്റി തരിക തന്നെ ചെയ്യും. അവനാണല്ലോ വലിയവൻ. ഒരുപാട് പേര് ഇങ്ങനെ ചെയ്ത് അനുഭവം കിട്ടിയിട്ടുള്ളതാണ്. അള്ളാഹു എല്ലാവർക്കും അവർക്ക് അനുയോജ്യമായൊരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കണേ നാഥ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.